കുടിപ്പക പോലെ മനസ്സിലൊരുക്കിയ ക്രോധവുമായി അടുത്ത ദിവസം 11 ആങ്ങളമാരും മാക്കത്തിൻ്റെ മുന്നിലെത്തി. അമ്മയുള്ള കാലത്തു തന്നെ പ്രസിദ്ധമായ കോട്ടയം വിളക്കുത്സവം കാണാൻ നീ കൊതിച്ചതാണല്ലോ. പട ജയിച്ചു വന്ന ഞങ്ങളെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിന്നെ കൂടി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. മക്കളോടൊപ്പം ഉടൻ പുറപ്പെട്ടോളൂ. മറുത്തൊന്നും പറയാനാകാതെ മാക്കം മാറി നിന്നു. വരുന്നതെന്തും സഹിക്കാനുള്ള കരുത്തു നേടിയ മാക്കം പിറ്റേന്ന് പുലർക്കാലത്തെഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി തൻ്റെ ആഭരണങ്ങളണിഞ്ഞ മക്കളെ അണിയിച്ചൊരുക്കി യാത്ര പുറപ്പെട്ടു. കളരി നടയിലും അച്ഛനമ്മമാരുടെ കൽത്തറയ്ക്കു മുന്നിലും കുരുകാരണവന്മാരുടെ ഓർമ്മയിലും മനസ്സ് സമർപ്പിച്ചുകൊണ്ട് മക്കളെയും എടുത്ത് മാക്കം പുറപ്പെടുമ്പോൾ കുട്ടിരാമനും ചിന്നാണിയും മാറി മാറി മക്കളെ ഉമ്മ വെച്ചു. മാടായിക്കാവിലും ചെറുകുന്നിലും കളരിവാതിൽക്കലും കടലായി ക്ഷേത്രത്തിലും തൊഴുതിറങ്ങി നടന്ന് തളർന്ന് ഒരു ദീർഘയാത്രയുടെ വൈകാരിക ഭാവത്തോടെ പടനായകരുടെ പിന്നാലെ മാക്കം നടന്നു നീങ്ങി. ഈശ്വരപാദങ്ങളിൽ സമർപ്പിച്ച മനസ്സും ശരീരവും ഉള്ള കടവാങ്കോട്ട് തറവാടിൻ്റെ ആ ഓമന മക്കൾക്ക് തണൽ വിരിച്ച മഹാശക്തികൾ അവരുടെ യാത്രയ്ക്ക് മണിത്തേരൊരുക്കിയിരിക്കാം. ചാലയിലെത്തിയ കുഞ്ഞുമാക്കം തളർന്ന മക്കൾക്കല്പം വെള്ളം വാങ്ങിക്കൊടുക്കുവാൻ അവിടെ കണ്ടൊരു തറവാട്ടുമുറ്റത്ത് കടന്നു ചെന്നു. കത്തുന്ന വെയിലിൽ 2 ഓമന മക്കളോടൊത്ത് കയറി വന്ന മാക്കത്തെ കണ്ട് ആ തറവാട്ടിലെ വൃദ്ധയായ അമ്മ വേവലാതിപ്പെട്ടു. എന്താ മോളെ, ഈ നട്ടുച്ച നേരത്ത് എങ്ങോട്ട് പോകുന്നു? കുഞ്ഞുങ്ങൾക്കല്പം വെള്ളം കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കാച്ചിയൊരുക്കി വച്ച നറും പാൽ പകർന്നു കൊടുത്തുകൊണ്ട് ചാല പുതിയ വീട്ടിലെ മുത്തശ്ശി നിർവൃതി കൊണ്ടു. ആർത്തിയോടെ പാൽ കുടിക്കുന്ന മക്കളെ നോക്കി മാക്കം കണ്ണു തുടച്ചു. യാത്രാദ്വേഷം പറഞ്ഞു നിർത്തിയ മാക്കം തൻ്റെ ആഭരണങ്ങൾ പാലൊഴിഞ്ഞ കിണ്ടിയിൽ നിക്ഷേപിച്ചുകൊണ്ട് തിരിച്ചു പോരുമ്പോൾ വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു.